ഈശോയാൽ അനുഗ്രഹിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ ദൈവജനമേ, ജനുവരി 14 ഭാരതത്തിലെ ആദ്യ അൽമായ രക്തസാക്ഷിയായ ലാസറസ് ദേവസഹായം പിള്ളയുടെ തിരുനാൾ. 1712 ഏപ്രിൽ 23 നട്ടാലത്ത് മരത കുളങ്ങര തറവാട്ടിൽ പിറന്ന നീലകണ്ഠൻ പിള്ള 40 വർഷമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഡിലനായി എന്ന സർവസൈന്യാധിപനുമായി പങ്കുവച്ച ചില സന്ദേശങ്ങൾ അദ്ദേഹത്തെ ക്രൈസ്തവനാക്കി മാറ്റി. അവസാനത്തെ 7 വർഷം കടുത്ത പീഡനങ്ങൾ അതിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഉദ്യോഗം നഷ്ടപ്പെട്ടു. എരുമപ്പുറത്ത് എരിക്കിൻ പൂമാലയിട്ട് ചെണ്ട കൊട്ടി ദിനരാത്രങ്ങൾ തെരുവിലൂടെ സഞ്ചരിക്കുന്നു. മുളക് പൊടി കത്തിച്ച പുകയിൽ, വിഷപ്പുകയിൽ കഴിയേണ്ടി വരുന്നു. വിഷ പാമ്പുകളും തേളുകളും നിറഞ്ഞ കൂട്ടിൽ അടയ്ക്കപ്പെട്ടു. എന്നും അടി രാവിലെയുണ്ട്. ആ മുറിവുകളിൽ മുളക് പൊടി വിതർന്നു. മാത്രമല്ല, അദ്ദേഹം ദാഹിച്ച് വലഞ്ഞപ്പോഴ് മുട്ടുകൊണ്ട് പാറയിൽ ഇടിച്ച് ആ മുട്ടിടിച്ചാൻ പാറയിലെ ജലം അദ്ദേഹം കുടിച്ചു. ഇന്നും തീർത്ഥകർക്ക് അത് ഒരത്ഭുത ജലമാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആരും അറിയാതെ കാറ്റാടി മലയിൽ വെടിവെച്ച് കൊല്ലപ്പെടുകയാണ്. കാരണം ജനങ്ങൾ അദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധി തിരിച്ചറിഞ്ഞ് അനുഗ്രഹം തേടിയെത്തിയത് രാജാവിനെ വളരെ അസ്വസ്ഥനാക്കി. പ്രിയപ്പെട്ടവരെ, ആ പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കുമ്പോൾ നമുക്കും ഒരു അഭിഷേകം ലഭിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആദ്യ ഞായറാഴ്ചയിലെ സിൻഡോ ബ്രദറിന്റെ ടീമില് എനിക്കും 8 പ്രാവശ്യം അവിടെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഇനിയും തീർത്ഥാടനം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഓരോ യാത്രയിലും പുതിയ അഭിഷേകമാണ് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പുണ്യപാദങ്ങൾ പ്രണമിക്കാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ആമേൻ.